അത് നിലനിർത്താനാണ് പുതുയുഗയാത്ര നടക്കുന്നെങ്കിൽ, കേരളത്തെ ഒരുമയോടെ വീണ്ടെടുക്കാനാണ് പുതുയുഗയാത്ര നടക്കുന്നെങ്കിൽ, CPM-ന്റെ ജാഥയിലെ നേതാക്കന്മാരുടെ പ്രസംഗം ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനാണ്. നമ്മളെ ഈ നാട് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ഈ നാട് വളരെ സീരിയസ് ആയി ഏറ്റെടുക്കേണ്ട വികസന വിഷയങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അതാണ് പുതുയുഗയാത്ര ചർച്ച ചെയ്യുന്നത്. കാലത്ത് പ്രതിപക്ഷ നേതാവിനെ കാണാൻ വരുന്ന ആളുകൾ അവർ കൊണ്ടുവരുന്ന നിവേദനം കൃഷിയെ സംബന്ധിച്ചാണ്, അവർ കൊണ്ടുവരുന്ന നിവേദനം വന്യമൃഗശല്യത്തെ സംബന്ധിച്ചാണ്, അവർ കൊണ്ടുവരുന്ന നിവേദനം നാടിന്റെ വികസന കാര്യങ്ങളെ സംബന്ധിച്ചാണ്, അവർ കൊണ്ടുവരുന്ന നിവേദനം ഓർഫനേജിൽ പോലുമുള്ള അമ്മമാരുടെ പെൻഷനെ സംബന്ധിച്ച്, അവർ കൊണ്ടുവരുന്ന നിവേദനം ക്ഷേമനിധിയിലെ ആനുകൂല്യങ്ങൾ കിട്ടാത്തതിനെ സംബന്ധിച്ച്, അവർ കൊണ്ടുവരുന്ന നിവേദനം ആരോഗ്യ മേഖലയുടെ തകർച്ചയെ സംബന്ധിച്ച്, അവർ കൊണ്ടുവരുന്ന നിവേദനം വിദ്യാഭ്യാസ മേഖലയുടെ തളർച്ചയെ സംബന്ധിച്ച്, അവർ കൊണ്ടുവരുന്ന നിവേദനങ്ങൾ നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ പോകുന്ന സാധാരണക്കാരന്റെ പ്രയാസങ്ങളാണെങ്കിൽ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാൻ പൗരപ്രമുഖരെ കണ്ടു എന്നുള്ളതാണ്. ആരാണ് പൗരപ്രമുഖരെന്ന് ചോദിക്കുമ്പോ പാവപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരാണ്. ആരാണ് പൗരപ്രമുഖരെന്ന് ചോദിക്കുമ്പോ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ആരാണ് പൗരപ്രമുഖരെന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്കറിയാം ഹരിത കർമ്മസേന അംഗങ്ങളാണ്. ആരാണ് പൗരപ്രമുഖരെന്ന് ചോദിക്കുമ്പോ ഭിന്നശേഷിക്കാരായി മാനസിക വൈകല്യങ്ങൾ വെല്ലുവിളികൾ നേരിട്ടിട്ടും ശാരീരിക വെല്ലുവിളികൾ നേരിട്ടിട്ടും പെൻഷന്റെ കാര്യത്തിലെല്ലാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവിടെ വന്ന് വിശദീകരിക്കുന്ന സാധാരണക്കാർ, കച്ചവടക്കാർ, വ്യാപാരികൾ, നാട്ടിലെ ജനങ്ങളുടെ വികസന പ്രശ്നങ്ങൾ ഈ യാത്രയിലേക്ക് കടന്നു വരുന്നു. അതിന്റെ പരിഹാരം ഇവിടെ കുറ്റപ്പെടുത്തൽ മാത്രമുള്ള പ്രസംഗമല്ല, അതിന്റെ യാത്രയല്ല. അദ്ദേഹം പറയുന്ന മറുപടികൾ എന്താ? അദ്ദേഹം പറയുന്ന മറുപടി, ഈ UDF-ന് ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട്, ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട്. ആ പരിഹാര മാർഗങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന കേരളത്തിന് ഒരു പുതുയുഗം പറക്കാൻ ഒരു യാത്ര നടത്തുമ്പോ ഒരു കാര്യം നട്ടുച്ചവയിൽ വെച്ച് നാദാപുരത്തെ ഈ സാധാരണക്കാരായ UDF-ന്റെ ചോരയും നീരുമായ സഹപ്രവർത്തകരെ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് പറയുന്നു, ഒറ്റ വാചകം പറയുന്നു, പ്രതിപക്ഷ നേതാവേ, കേരളത്തെ വീണ്ടെടുക്കാൻ അങ്ങ് സീറ്റെണ്ണുമ്പോ നാദാപുരം വേണ്ടാമെന്ന് ഈ ജനത അവരുടെ കഠിനാധ്വാനത്തിലൂടെ പറയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് ഈ സംഗമം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.